ആരൂപി. സ്നേഹികളെ ഏടിപ്പെടുത്തുന്ന പ്രേതങ്ങളിൽ നിന്ന് കാലം മാറി ചിന്തിച്ച് പിന്നീട് ഒരു കാലത്ത് നമുക്ക് കാമപ്പെടുത്തുന്ന പ്രേതങ്ങളെയാണ് ചലച്ചിത്രം തന്നുകൊണ്ടിരുന്നത്. വിനയനോടൊപ്പം ഇത്തരം സിനിമകളൊക്കെ അവസാനിച്ചു എന്ന് കരുതിയ നമുക്കിടയിലേക്ക് US ബിസിനസ്സുകാരനായ ഏതോ ഒരു പ്രൊഡ്യൂസറും UK സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി വർക്ക് ചെയ്യുന്ന ഏതോ ഒരു മലയാളിയും ചേർന്ന് ഒരു പുതിയ സിനിമ അരൂപി എന്ന പേരിൽ നമ്മളിലേക്ക് ഇറക്കി തന്നു. വരും സുഹൃത്തുക്കളെ, നമുക്ക് ആ പടം കാണാം. അപ്പൊ പടം ആരംഭിക്കുമ്പോൾ അന്ധവിശ്വാസത്തിൽ വിരലിട്ടിളക്കിയ ഒരു തള്ള തന്റെ മകനെ പ്രേമിക്കാനുള്ള വഴി പ്രേതത്തെ പറ്റിയുള്ള കഥ പറഞ്ഞ് അവനെ 8 അടി നീളത്തിൽ ട്രോമ ഉണ്ടാക്കുന്നതും കാണിച്ചാണ്. അപ്പൊ ഇതാണ് നമ്മുടെ പ്രസന്റിലെ നായകൻ. ആ കുട്ടി വളർന്നപ്പോ ഇവനായി. ആ മോന്ത കണ്ടറെ മിനിമം ഇവന് US സിറ്റിസൺഷിപ്പ് എങ്കിലും കാണും. വന്ന പടം നായകൻ ഒരു നന്മ. ഇത് ആരുടെ ഇത്? ഇതിന്റെ പ്രൊഡ്യൂസർ അല്ലേടാ ഇത്? അതല്ലേ വിത്ത് ഫാമിലി ഒരു പ്രീമിയം എൻട്രി. നീ കാശ് എന്താണെന്ന് കണ്ടിട്ടുണ്ടാ. ഇനി നമ്മുടെ നായകൻ ഒരു വലിയ ടെക് കമ്പനിയുടെ ലീഡറാണ്. കമ്പനിയിൽ ഇവളും പിന്നെ നായികയായി ആഹാ നടന്നു വരുന്ന തറയിൽ എസ്തെറ്റിക്കായി 8 നീലപ്പൂക്കൾ അച്ചടക്കത്തോടെ കിടക്കുന്നു. കൊള്ളാം. 3/4 ഇഞ്ച് അന്നാബെന്നും അരക്കോലും നിഖില വിമലും അല്പം മാറി സൈഡിൽ നിന്ന് നോക്കിയ 2 സെന്റിമീറ്റർ അഹാന കൃഷ്ണയും മൊത്തത്തിലൊരു ഫ്യൂഷൻ. അപ്പൊ അതൊക്കെ അങ്ങ് വിശ്വസിച്ചോ? ഞാൻ വെറുതെ പറഞ്ഞ. നായികയെ കണ്ട നായകൻ അവളെ നോക്കി. പോരാത്തന്നെ അവള് വന്ന് ഇരുന്നതും. ശരി, നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ പോവാ. എന്നിട്ട് അവർ ആ പബ്ലിക് കഫേയിൽ പരിസരം മറന്ന് കണ്ണും നോക്കിയിരിക്കും. എന്നിട്ട് അവിടെ നിന്ന് ഒരു മുന്നറിയിപ്പും തരാതെ പെട്ടെന്ന് അവർ ഔഡി കാറിൽ കയറി റൂഫ് ടോപ്പ് ഓപ്പൺ ആക്കി അതിനുള്ളിലൂടെ തല പുറത്തിട്ട് 3 വഴി ഒരു ട്രിപ്പ്. അതിനിടയിൽ വഴിയിൽ കണ്ട തേയിലത്തോട്ടത്തിൽ ഇറങ്ങി ഒന്ന് കൊക്കാമണ്ടി കളിച്ച് രാത്രി റിസോർട്ട് വാടകയ്ക്കെടുത്ത് ക്യാമ്പ് ഫയർ സെറ്റാക്കി. നീ എന്താ തണുപ്പത്ത് വിളിച്ചോണ്ട് വന്നിട്ട് രാത്രി ചൂട് കൊടുത്ത് പിറ്റേന്ന് സോന നായർ ഒരു ഫയലുമായി വരികയാണ്. അല്ല, ഇത് സോന നായർ അല്ലല്ല. എന്റെ കണ്ണ് കഴുകാറായി. പിന്നെ ഇതാണ് കമ്പനിയുടെ MD. എടോ മിത്രമേ, എല്ലാ കമ്പനി മുതലാളിമാരും ഇങ്ങനെ തന്നെ. അത് കേട്ടതും ആളിയും ടെൻഷനായി ഒരു സിഗരറ്റ് ഉറിഞ്ചും. ഇനി ഒരെണ്ണം ഇരുത്തി വലിച്ചേ അങ്ങനെ ഇരിക്കെ അവിടെ ഒരു ബ്രൂട്ടൽ പാർട്ടി നടക്കുകയാണ്. ടെൻഷനായ നായകൻ അവിടെ ചെന്നൊരു ഫുള്ള് ഒറ്റയടിക്ക് അകത്താക്കി. അവിടെ എവിടെയോ ആടിക്കൊണ്ട് നിന്ന് അഞ്ജനയെ വിളിച്ച് മാടിയിലേക്ക് കൊണ്ടുപോയി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫയലുകളെ പറ്റി സംസാരിക്കും. ഇത് കണ്ട അവിടെ ചെന്ന നായിക അവനെ വലിച്ചു പിടിച്ചു കൊണ്ടുവരും. വീട്ടിലേക്ക് പോണ വഴി വണ്ടിയിൽ പെട്രോൾ തീർന്ന് അത് തള്ളിക്കൊണ്ട് പോണ സാഹചര്യം എങ്ങനെയാണ് നിങ്ങൾക്ക് ഉണ്ടായത്? 50 പെട്രോൾ അതിനകത്ത് വാങ്ങിച്ചു വീത്തണ്ടേ. എന്നിട്ട് സദാചാരികളുടെ G20 സമ്മിറ്റിന് ഒരുത്തം പാൻ ഇടാതെ വന്ന എങ്ങനെ ഇരിക്കും? അതുപോലെ ഒരു ബന്ധം ഇല്ലാത്ത ഒരു ഗാനം. ക്രിയേറ്റിവിറ്റി. ആരോ മൂത്രം ഒഴിച്ച് സൈഡിലിട്ട് കുപ്പി എടുത്ത് വായിൽ വെച്ച് പിടിക്കുന്നു. ജഗതി ശ്രീകുമാറൊക്കെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്. കൈ കിട്ടുന്ന സാധനമൊക്കെ വെച്ച് അഭിനയിച്ചോളാം. അതിനുശേഷം ഇപ്പോഴാണ് ഒരാളെ ഞാൻ നേരിട്ട് കാണുന്നത്. അങ്ങനെ തലേ ദിവസം കമ്പനിയുടെ പ്രധാനപ്പെട്ട മീറ്റിംഗ് പ്രസന്റേഷൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലേ ദിവസം മിക്സ് ചെയ്തടിച്ച മാട്ട സാധനം കാരണം തലവേദനയും ഛർദിയും ഹാങ് ഓവറായി വന്ന നായകൻ സ്കൂട്ടാകും. അവിടുന്ന് സീൻ കട്ട് 2 കള്ളന്മാർ പണ്ടത്തെ ഒരു തറവാട്ടിൽ കയറി ഒരു പഞ്ചലോക വിഗ്രഹം കക്കാനായി 2 പെഗ് അടിച്ച് ഒരു കല്ലെങ്കിൽ കിടന്നു ഉറങ്ങും. ആ പഞ്ചലോക വിഗ്രഹത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഞാൻ പറയാൻ ഓർത്തത്. പണ്ട് ഈ മനയിൽ ഒരു സുന്ദരിയായ ആന്റി ഉണ്ടായിരുന്നു. ഓളെ മോഹിച്ച 2 മന്ത്രവാദികൾ ഉണ്ടായിരുന്നു. ഒരാൾ ദിഗംബരനെ പോലെ ദുർമന്ത്രനും മറ്റവന് ഹാരി പോട്ടർ പോലെ സൽഗുണനും. ഇതിൽ ദുർമന്ത്രന് ആന്റിയോട് പ്രേമം. ബട്ട് അവൾ തന്റെ ശരീരവും മനസ്സുമെല്ലാം ഹാരി പോട്ടറുമായി പങ്കുവെച്ചു കഴിഞ്ഞിരുന്നു. ഇതറിഞ്ഞ ദിഗംബരൻ അവളെ ക്രൂരമായി കിൽ ചെയ്യും. 3ന്റെ അന്ന് ഉറക്കമെണീച്ച അവൾ ഒരു ബാഡ് സ്പിരിറ്റായി മാറി ദിഗംബരനെ അങ്ങ് വന്ധീകരിക്കും. ബട്ട് അവളുടെ കോപത്തിന് അറുതി വരുത്താൻ ഹാരി പോട്ടർ തന്റെ മന്ത്രസഞ്ചി ഉപയോഗിച്ച് അവളെ തൊലയ്ക്കും. എന്നിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിൽ അടച്ചു വെക്കും. ആ സ്റ്റീൽ പാത്രം അഥവാ പഞ്ചലോക വിഗ്രഹമാണ് ഇന്ന് ഈ മോഷ്ടാക്കൾ അഥവാ കള്ളന്മാർ മോഷ്ടിക്കാനായി വന്നത്. അടിച്ച് പൂസായ കള്ളന്മാർ രാത്രിയാകുമ്പോ മനയിൽ കയറി പാതിരാത്രിക്ക് ഫ്രഞ്ച് അടിച്ച് കളിക്കണം. നിങ്ങൾക്ക് എന്താ വേറെന്തെങ്കിലും ദുർദ്ദേശം ഉണ്ടോ? ഇതെന്നെ പുകലഞ്ഞോ? അതെന്റെ ഹാൻഡ്സാ. കറക്റ്റ്.
മുണ്ടെടുക്കാൻ അറിയാതെ. ഒടുവിൽ അവർക്ക് എന്തായാലും അതിനകത്തുനിന്ന് വിഗ്രഹം കിട്ടും. കിട്ടിയ ഉടനെ തന്നെ അവരത് അൺബോക്സ് ചെയ്ത് ഫസ്റ്റ് ഇംപ്രഷൻ എടുക്കും മുന്നേ അതിനകത്തുനിന്ന് മൈഗ്രേറ്റ് ആയ പ്രേതം ഏതോ ഒരു ആറാട്ടണനെ വളച്ച് കുളത്തിൽ കൊണ്ടുവന്ന് കുളിപ്പിച്ച് കൊല്ലും. അയ്യോ എന്റെ അമ്മേ. എന്നിട്ട് അവള് ഇട്ടിപ്പെട്ട് സാധനം വളഞ്ഞത് തന്നെ. ഇങ്ങനെയാടാ പോയത്. പിറ്റേന്ന് അവന്റെ ബോഡി പോലീസ് വന്ന് റിവ്യൂ ചെയ്യും. അതേസമയം ഇന്നലത്തെ വെപ്രാളത്തിൽ കൈ നിന്ന് വിഗ്രഹം കുളത്തിൽ വീണ കള്ളന്മാർ അതെടുക്കാൻ തിരിച്ചു വരവേ അവിടെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന പോലീസിന്റെ മൂലം നോക്കി കമന്റ് അടിക്കുന്നു. അങ്ങനെ ഈ വീടിന്റെ ഓണർ കം വരിസായ ഇപ്പോഴത്തെ അവകാശിയുമായ നായകൻ ഈ വിവരം അറിയും. എങ്ങനെയും ആ നശിച്ച കമ്പനിയിൽ നിന്ന് ഒന്ന് സ്കൂട്ടാവാൻ വേണ്ടി കാത്തിരുന്ന അവൻ ഒരു മുൻക്രോധവും ഇല്ലാതെ എനിക്ക് കുറച്ച് ദിവസം ഓഫ് വേണം. It's not possible. I can't do that. Okay sir, I don't care. I quit. എനിക്ക് ലീവ് വേണം. മിസ്റ്റർ രാമു ലീവ് തരുന്നുണ്ടോ ഇല്ല? I don't care. I quit. എന്റെ രാജിക്കത്ത്. മാത്രമല്ല അടിച്ച് പൂസായി അലമ്പാക്കിയ പ്രസന്റേഷൻ സ്വന്തം തോളിലേറ്റി രക്ഷിച്ച നായികയോട് അവൻ ചീക്കിടും. ഇനി എന്നെ എവിടെയും പ്രതീക്ഷിക്കില്ല. നിങ്ങൾ ആരും എന്നെ അന്വേഷിക്കുകയും വേണ്ട. അങ്ങനെ ആനന്ദഭദ്രം കണ്ട് ഇൻസ്പയർ ആയ നായകൻ തന്റെ തറവാട്ടിലേക്ക് പോയി അവിടെ തന്റെ അമ്മയെ പറ്റിയുള്ള ഓർമ്മകൾ ഏമ്പക്കം വിടും. അവന് ക്രോണിക് സ്ട്രെസ് തന്നെ എന്ന് വെച്ചാൽ ആഴത്തിൽ പ്രാന്ത്. ശേഷം ഒന്ന് കുളിക്കാമെന്ന് കരുതി കുളത്തിലിറങ്ങി അവന്റെ തല ഒരു കല്ലിലിടിക്കും. കല്ലാണെന്ന് കരുതി മുങ്ങിയെടുത്ത സാധനം വിഗ്രഹം. ആ രാത്രി എന്തോ അപശബ്ദം കേട്ട് വെളിക്കിറങ്ങിയ നായകൻ വെള്ളസാരി ഉടുത്ത ആന്റിയെ പ്രേതമായി കാണില്ല. ഇവൾ ആരെ അടിച്ചു എന്ന് കെട്ടിത്തൂക്കിയാണ്. കണ്ട ആ നിൽപ്പ് കണ്ട അറിയണ്ട കെട്ടിത്തൂക്കിട്ട പോലെ നിൽക്കണ്ടില്ലേ. എവിടെ നീട്ടിയതിന് പിറ്റേന്ന് അവൻ ആ വിഗ്രഹവുമായി ഫീൽഡ് ഔട്ടായ ആക്ടറിനെ കാണാൻ ചെല്ലും. എടാ പഞ്ചലോക വിഗ്രഹമൊക്കെയാണ് അതങ്ങാനും വർമ്മന്റെ കണ്ണിപ്പെട്ട. ഇതാണ് നമ്മുടെ പൂർവികർ ഭയന്ന ആ യക്ഷിയുടെ വിഗ്രഹം. ഇയാൾ മുറുക്കാൻ ചതക്കനാടെ. ഡബിങ് ഒരു വഴി, വാ മറ്റേതോ വഴി. സോ പടത്തില് നായികയെ വെച്ച് കുറച്ച് ഷൂട്ടുണ്ട്. സിനിമയിലെ തമ്പുരാട്ടിയാണെന്ന് പറഞ്ഞ് നമ്മളെ പറ്റിക്കണ്ടേ. അതിന് സോണിയുടെ മാർക്ക് 5 ഒരു ATM ലെൻസ് വിട്ട് അവളെ വെച്ച് കുറെ റീൽ അങ്ങ് ഷൂട്ട് ചെയ്യും. എടോ ഇതൊക്കെയാണടാ ഒരു സിനിമയില് വലിയ തിയേറ്ററിൽ കൊണ്ടുവന്ന് കാണിക്കേണ്ടത്. മാർത്താണ്ട ഉണ്ണകളെ. പിന്നുണ്ടല്ലോ ഇരുട്ട് വീണ അന്തിക്കുള്ളനാകുന്ന പോലെ നായികയുടെ വസ്ത്രം നിരാശനായി വിടവാങ്ങും. അല്ല അറിയാൻ മേലെന്ന് ചോദിക്കുകയാണ്, ഉല്ലു വെബ് സീരീസിൽ അഭിനയിച്ച നായികയാണ് ഇത്. 10 രൂപ കൂടുതൽ കൊടുക്കാന്ന് പറഞ്ഞ് നിങ്ങൾ ഇതിലോട്ട് നിർബന്ധിച്ച് കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചല്ലടാ. അങ്ങനെ അവളെ നമ്മുടെ ദിഗംബരം മോഹിച്ച് കിട്ടാത്ത മുന്തിരി ഇനി ആരും ജ്യൂസ് അടിച്ച് കുടിക്കാൻ മാട്ടെ എന്ന് പറഞ്ഞ് അവളെ അങ്ങ് ഇനി അവളെ തളയ്ക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഒരു സിമ്പിൾ ടാസ്ക് ചെയ്താൽ മതി. ഈ മോതിരം നീ അവളുടെ വിരലണിയിച്ചാൽ അവളുടെ ശക്തി ക്ഷയിക്കും. നീ ഈ മോതിരം അവളുടെ വിരലണിയുന്ന സമയം അവൾ പൂർണ്ണോന്മാദാവസ്ഥയിലായിരിക്കണം. ഒന്നുകിൽ കാമോന്മാദാവസ്ഥയിൽ അല്ലെങ്കിൽ ക്രോധോന്മാദാവസ്ഥയിൽ. എന്തൊരു കഥ. പണ്ട് ഷക്കീലെ പടങ്ങളിലാണ് വേണ്ടി സ്ക്രിപ്റ്റ് റൈറ്റർമാർ ഇതുപോലെയുള്ള കാമ പരവേശങ്ങളൊക്കെ കുത്തിക്കയറ്റി വെക്കണം. പിന്നെ ഒരുത്തിയെ രാത്രി റൂമിൽ വിളിച്ചേറ്റി മൂടാക്കിയിട്ട് അവളെ വിരലിൽ അവൻ മോതിരം ഇടാൻ പോവല്ലേ. അതുപോലെ ചോര ഒടിക്കാൻ നിൽക്കണ യക്ഷിയുടെ വിരലിൽ മോതിരം ഇടുന്നത് എത്ര എളുപ്പ ടാസ്ക് ആണല്ലോ. എടാ ബിഗ് ബോസ് പോലും ഇല്ലൂടെ ഇത്രയും വലിയ കടിഞ്ഞ ടാസ്ക്. കേളവാ. അങ്ങനെ ഒരു രാത്രി പ്രേതം നീ സിഗ്മ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കണ്ടതും പ്രേതം പിന്നെ ഉടനെ അവനോട് എന്തോ അന്യഭാഷയിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിന് കോഡൽ വന്ന പോലെ എന്തോ സംസാരിക്കും. ഞാൻ പ്രണയിച്ച സൂര്യനമ്പൂതിരിയുടെ രക്തം തന്നെയാ നിന്നിലുള്ളത്. ഇതാ നിന്റെ പെണ്ണ്, നീയും ഇവളും തമ്മിൽ ചേരും. ചോറിനും പരം വാക്കാ വിഴുങ്ങണത്. ഇത് എന്തോന്ന് ഡബിങ് ഇത്. സിങ്ക് എന്ന് പറഞ്ഞ സാധനമില്ല. വാ വണ്ടി വിളിച്ച് വേറെ അങ്ങോട്ട്. വാക്കും ശബ്ദവും വയറ്റാട്ടിയുടെ അടുത്തും. ഈ ഒരു ഒറ്റ സീൻ പോസ്റ്ററിൽ വെച്ച കാരണം പടം കാണാൻ മൊത്തം കിളവന്മാരായിരുന്നു. ഒരു ഉപ്പി വെള്ളവും തോർത്ത് മുണ്ടുമായിട്ട് തിയേറ്റർ നിറച്ചവന്മാര് വരുന്നത് എനിക്ക് നിന്നോട് തോന്നിയ ഇഷ്ടം കൊണ്ട് മാത്രമാണ്. ഇഷ്ടം കൊണ്ട് കൂടുതലെന്ന് എന്നെ കൊണ്ട് പണയിപ്പിക്കില്ലേ. പിറ്റേന്ന് രാവിലെ എവിടെയോ പോയി തെന്നി മുട്ടടിച്ച് വീണ പ്രേതം അങ്കലാവണ്യം പുറത്തിട്ട് വീണ്ടും
ഇതൊക്കെയാണ് പ്രേതം. ആ വിനയം പടം പിടിപ്പ് നിർത്തിയ ശേഷം ഇപ്പോഴാണ് ബർക്കത്തുള്ള ഒരു പ്രേതത്തെ നമ്മൾ കാണുന്നത്. അവൻ നേരെ പ്രേതത്തെയും വിളിച്ച് പോത്തീസിലേക്ക് പോയി കുറെ കളർ ഡ്രസ്സും വാങ്ങി കാറി കയറ്റി കറങ്ങാൻ കൊണ്ടുപോയി. എന്തോന്ന് പ്രേതം? ഞാൻ ചോദിക്കട്ടെ, നിനക്ക് എവിടെ കൊണ്ട് വല്ല ഫോട്ടോഷൂട്ടിനും പൊക്കൂടായിരുന്നോ? വെറുതെ ഇത് സിനിമയാക്കി ജനങ്ങളെ ദ്രോഹിക്കണ എന്തിനാ? എടാ, ഇത് 100 വർഷം പഴക്കമുള്ള പ്രേതമല്ലേ? ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് പ്രേതത്തോട് കാണിക്കേണ്ട മര്യാദയാണ്. കല്യാണം കഴിഞ്ഞ് ഹണിമൂണിന് പോണ കപ്പിളാണെന്നല്ലേ പറയൂ. ഉപ്പ് ചെയ്ത് കിട്ടിയ പ്രേതമാണ് അത്ര ഇത്. അല്ലെ തന്നെ ആ പ്രേതത്തിന് ഇത്തിരി അയ്മാനി ഉണ്ട്, വെസ്റ്റേൺ ഡ്രസ്സ് ഇട്ട് കറക്കണം. എന്നിട്ട് നേരെ പ്രേതത്തെ കാറിൽ കയറ്റി പെണ്ണുമ്പിള്ളെ പോലെ കൂട്ടുകാരന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. ഇതാണ് കാരൂർ മനയിലെ പത്മിനി തമ്പുരാട്ടി. ഹലോ. നമ്മളൊക്കെ പേടിച്ചിരുന്ന ആ യക്ഷി തമ്പുരാട്ടിയാണ് നിന്റെ മുന്നിൽ ഈ നിൽക്കുന്നത്. നിനക്കെന്താ വട്ടാണ്? അയാൾ വർഷങ്ങളോളം മെന്റൽ ഹോസ്പിറ്റലുകളിൽ അടച്ചു പൂട്ടപ്പെട്ട ആളാണ്. അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കോപം വന്ന് അവൾ അകത്തോട്ട് പോയി കിടന്ന് അലറും. അല്ല, വേണ്ട വേണ്ട, വാ ഉറക്കണ്ട, അടച്ചോ. രാത്രി അല്പം ബ്ലഡ് കുടിച്ച് ഉഷാറായ പ്രേതം മൂടൊക്കെ മാറി അവന്റെ അടുത്ത് വന്ന് കിന്നരിക്കാൻ നോക്കുമ്പോ മറ്റേ സാധനം എടുത്ത് അവൻ ഇട്ടുകൊടുക്കും. മോതിരം. അതോടെ അവള് കോൺസെൻട്രേറ്റ്. മറ്റൊരിടത്ത് ഉഗ്രം പൂജ. അതേസമയം കളഞ്ഞു പോയ വിഗ്രഹം എടുക്കാൻ ലവന്മാര് വീണ്ടും വരും. നീയൊക്കെ കുളത്തിലല്ലേ വിഗ്രഹം കളഞ്ഞത്, പിന്നെ എന്തിനു മനക്കകത്ത് വരണത്? പിന്നെ ശരിയാണ്, കുന്തം പോയ കുളത്തിലും തപ്പണം എന്നാണല്ലോ. ഇതിനിടയിൽ നിരന്തര പൂജ ചെയ്ത സ്വാമി ഒന്ന് മൂത്രമൊഴുക്കി ഇന്റർവെൽ എടുത്തതും കള്ളന്മാര് വിഗ്രഹം അങ്ങ് കൊണ്ടുപോകും. പോയിട്ട് വരണ വഴി പ്രയത്നം പിടിച്ച് ഉപ്പി കയറ്റാന്ന് വെച്ചപ്പോ വിഗ്രഹം ആവി. അതേസമയം മറ്റൊരിടത്ത് പോലീസ് ഇവിടേക്ക് വരികയാണ്. വഴിക്ക് വെച്ച് കണ്ട കള്ളന്മാരെ കാണുന്നു, അവർക്ക് ലിഫ്റ്റ് കൊടുക്കുന്നു. പോണ വഴിക്ക് വെള്ളസാരി ഉടുത്ത ഒരു ആന്റി കൈ കാണിക്കും. എടോ അംബാനി മൊണ്ണേ, വെള്ളസാരി ഉടുത്ത ഒരുത്തി രാത്രി ലിഫ്റ്റ് ചോദിച്ച അപ്പോഴറിയണ്ടേ അത് പ്രേതമാണെന്ന്. അവളാണെങ്കിൽ സ്മൂത്ത് ആയിട്ട് ജീപ്പിൽ കയറി മറ്റവനെ കൊണ്ട് മോതിരങ്ങ് അഴിപ്പിച്ചെടുക്കും. എന്നിട്ട് ആ ജീപ്പിൽ കയറി മനയിലേക്ക് എന്നെ വീണ്ടും എത്തും. അല്ല, ഇവൾ ഇവിടെ നിന്നല്ലേ അങ്ങോട്ട് പോയത്, പിന്നെ എന്തിനു തിരിച്ചു പറഞ്ഞ? ഓ, മോതിരം ഊരിക്കഴിഞ്ഞാൽ ശക്തി കൊടുപ്പല്ലോ, അവന്മാരെ കൊല്ലായിരിക്കും. അങ്ങനെ എല്ലാരും കൂടി ഒരുമിച്ച് മനക്കകത്തൊരു ചതിക്കാത്ത ചന്തു കളിക്കും. കൊല്ലാമെന്ന പ്രയത്തോട് ഞാൻ ഈ നാട്ടിലെ CA ആണ്, എന്നെ വെറുതെ വിടണമെന്ന്. ഇങ്ങനെ ഒരു ഊക്കുപടം ഞാൻ എന്റെ ജന്മത്തെ ആദ്യമായിട്ടാണ് കാണുന്നത്. ബട്ട് നോക്കണേ, അതിനിടയിൽ ലവം വീണ്ടും ഇടും. എന്ത്? മോതിരം. എന്നിട്ട് അവളെ കൊണ്ടിരുത്തി ആവാഹിക്കും. ആവാഹിച്ച് പ്രയത്തിന് ജന്മിളകും. അങ്ങനെ ഒടുവിൽ പ്രേതം അവിടെ നിന്ന് ഒഴിവാക്കപ്പെടുകയാണ്. മീൻവെയിൽ നായകന്റെ പെട്ടെന്നുള്ള സ്വഭാവ വൈകൃതം. ഇതിന് കാരണം മനസ്സിലാക്കാനായി നായകനെ ചികിത്സിക്കുന്ന ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കാണും. ഹീസ് എ സൈക്കോട്ടിക് പേഷ്യന്റ്. അങ്ങനെ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് അവന്റെ ഫ്ലാറ്റിൽ പോയി അവന്റെ റൂമൊക്കെ ഒന്ന് പരിശോധിക്കുമ്പോ അതാ അവിടെ മറ്റൊരിടത്ത് നായകൻ പ്രേതം ഇറങ്ങിപ്പോയ പെണ്ണുമായി ഒരു റൈഡ് പോയി. അവളാ ചുമരിൽ കണ്ടത് എന്താണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. എടാ, നിങ്ങൾക്ക് വല്ല മനസ്സിലായ? ഇത്ര നേരം കണ്ടും ശരിക്കും എനിക്കൊന്നും മനസ്സിലായില്ല അവസാനം ക്ലൈമാക്സിൽ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. നമ്മൾ ഇനിയും കാണും.